Questions from Electrostatics, Part 60. ഞാൻ ഈയിടെ പറഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാ ടോപ്പിക്സിൻ്റെയും കോൺസെപ്റ്റ്സും തിയറി പാർട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓരോരോ പ്ലേലിസ്റ്റുകളിലായിട്ടുണ്ട്. ഇനി ഞാൻ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇടയ്ക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള സബ്ജക്റ്റ് മനസ്സിലാക്കി പ്രോബ്ലംസോ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകാനും ഉദ്ദേശിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഇനിയും വരിക. അതിൻ്റെ കൂടെ സിമ്പിൾ പല ലെവലിലുള്ള ചോദ്യങ്ങൾ വരും. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾക്ക് നല്ല ബെനഫിറ്റ് കിട്ടൂ. അത് ടോപ്പിക്സ് മാറി മാറി വരും. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഒപ്റ്റിക്സ്, ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ, മാഗ്നറ്റിസം, ഇൻഡക്ഷൻ, AC, ഇങ്ങനെ ടോപ്പിക്സ് മാറി മാറി വരും. പ്ലേലിസ്റ്റിൽ ആ കയ്യോടെ ഞാൻ കൊടുക്കുന്നുണ്ട്. സർ, ഇന്നിപ്പോൾ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ. ഫസ്റ്റ് വൺ, ആൻ എയർ കപ്പാസിറ്റർ ഓഫ് capacitance 1 nanofarad is charged with 1 microcoulomb. Question A. What is the potential difference between the plates? B. If the charge is kept constant, what will be the potential difference between the plates if the separation is doubled? C. How much work is required to double the separation? ഇതാണ് ചോദ്യം. ഇവിടെ ഇപ്പോൾ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. C = 1 nanofarad എന്ന് പറഞ്ഞാൽ 10⁻⁻9 ഫാരഡ്. അതിലെ ചാർജ് തന്നിട്ടുണ്ട് 1 മൈക്രോകുളംബ, അപ്പോൾ 10⁻⁻6 മൈക്രോകുളം. എങ്കിൽ എ ആദ്യം കാണേണ്ടത് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് കപ്പാസിറ്ററിൻ്റെ. V = Q/C ആണല്ലോ ഫോർമുല. Q = CV അല്ല, C = Q/V, V = Q/C, equals 10⁻⁻6 by 10⁻⁻9, or it is 10⁻³ വോൾട്ട്. അതാണ് ആദ്യത്തെ ആൻസർ. ഇനിയും പ്ലേറ്റ് സെപ്പറേഷൻ ഡബിൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എയർ കോർ കപ്പാസിറ്റർ ആണെന്നും പറയുന്നുണ്ട്. എങ്കിൽ പുതിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ കപ്പാസിറ്റൻസ് എയർ കോർ ആകുമ്പോൾ A∈0/D. എങ്കിൽ D അങ്ങ് 2D ആക്കുക, ഡബിൾ ചെയ്യുക സെപ്പറേഷൻ. എങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് C' = A∈0/D സ്ഥാനത്ത് 2D. That is half into A∈0/D. A∈0/D is C. So C' = half into C, or C/2. ഇനിഷ്യൽ കപ്പാസിറ്റൻസിൻ്റെ ഹാഫ് ആകും പ്ലേറ്റ് സെപ്പറേഷൻ ഡബിൾ ആക്കുമ്പോൾ. ഇനി V = Q/C എന്നാണല്ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. V = Q/C. ആദ്യത്തെ V നമ്മൾ കിട്ടി 10⁻³ വോൾട്ട് എന്നാ. ഇനി V' = Q/C' equals Q/C' is C/2. അപ്പോൾ Q/C/2. That means 2 into Q/C. Q/C എന്ന് പറഞ്ഞ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, that is 10⁻³ അപ്പോൾ 2 into 10⁻³ അല്ല 2000 വോൾട്ട്. മറ്റേ 1000 വോൾട്ട്, 2000 വോൾട്ട്. അപ്പോൾ പുതിയ പൊട്ടൻഷ്യൽ ഡിഫറൻസായി. ഇനിയും ഈ പ്ലേറ്റ് സെപ്പറേഷൻ ഡബിൾ ചെയ്യാൻ വേണ്ടി എത്ര വർക്ക് ചെയ്തു എന്നാകാണ്ട് വർക്ക് എനർജി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ മതി. എപ്പോഴും വർക്കെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജിയാണ്. അത് ഏത് ഫോമിലുള്ള എനർജി ആയാലും എനർജി ചേഞ്ചാണ് ചെയ്യേണ്ട വർക്ക്.
കൈനറ്റിക് എനർജിക്ക് മാത്രമല്ല അത് ആപ്ലിക്കബിൾ. ഏത് ഫോം ഓഫ് എനർജി ആയാലും വർക്ക് കാണാൻ ചേഞ്ച് ഇൻ എനർജി കണ്ടാൽ മതി. സിറ്റുവേഷൻ അങ്ങനെ നമുക്ക് എനർജി കാണാനുള്ള സിറ്റുവേഷനേ ഉള്ളൂ എങ്കിൽ ചേഞ്ച് ഇൻ എനർജി എപ്പോൾ കണ്ടാലും വർക്ക് കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ ആദ്യം ഫൈനൽ എനർജി കാണണം കപ്പാസിറ്ററിൻ്റെ. ഹാഫ് സി ഡാഷ് വി ഡാഷ് സ്ക്വയർ, ഹാഫ് സി വി സ്ക്വയർ ആകുന്നല്ല കപ്പാസിറ്ററിൻ്റെ എനർജി. ഫൈനൽ കപ്പാസിറ്റൻസ് പ്ലേറ്റ് സെപ്പറേഷൻ ഡബിൾ ആക്കി കഴിയുമ്പം കപ്പാസിറ്റൻസ് സി ഡാഷ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഡാഷ്. അപ്പോൾ എനർജി ഹാഫ് സി ഡാഷ് വി ഡാഷ് സ്ക്വയർ ഈക്വൽസ് ഹാഫ് ഇൻറ്റു സി ഡാഷ് എന്ന് പറഞ്ഞാൽ C/2 ഇൻറ്റു വി ഡാഷ്. വി ഡാഷ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു വി ഡാഷ് സ്ക്വയർ. ഇവിടെ ഞാൻ വി ഡാഷ് സ്ക്വയർ, സി ഡാഷ് എന്ന് പറഞ്ഞാൽ C/2 ഇൻറ്റു വി ഡാഷ് സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു C/2. സി 10⁻⁻9 ഫാരഡ് ആയിരുന്നു, ബൈ 2 ഇൻറ്റു വി ഡാഷ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 10⁻³ അതിൻ്റെ സ്ക്വയർ. ആൻസർ ഈസ് 10⁻³ ജൂളെന്ന് വരും. ഇത് 4 വരും, 4ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യും. 10⁻⁻6 10⁻6 വരും സ്ക്വയർ ചെയ്യുമ്പോൾ. അപ്പോൾ 10⁻³ ജൂൾ. ഇതാണ് ഫൈനൽ എനർജി. ഇനി ഇനിഷ്യൽ എനർജി കാണണം. ഇനിഷ്യൽ എനർജി ഹാഫ് സി വി സ്ക്വയർ ഈക്വൽസ് ഹാഫ് ഇൻറ്റു സി 10⁻⁻9 ഇൻറ്റു വി 10⁻³ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 0.5, ബാക്കിയുള്ളത് 10⁻³ എന്ന് വരും. ഇത് 10⁻6 10⁻⁻9, അപ്പോൾ 0.5 ഇൻറ്റു 10⁻³ ജൂൾ. അപ്പോൾ വർക്ക് ഈക്വൽസ് ചേഞ്ച് ഇൻ എനർജി. ദറ്റ് ഈസ് W ഈക്വൽസ് ഫൈനൽ എനർജി മൈനസ് ഇനിഷ്യൽ എനർജി. 10⁻³ മൈനസ് 0.5 ഇൻറ്റു 10⁻³ അതെ 10⁻³ ഇൻറ്റു 1 മൈനസ് 0.5 ഓർ 0.5 ഇൻറ്റു 10⁻³ അത് വേണമെങ്കിൽ 5 ഇൻറ്റു 10⁻⁴ ജൂൾ എന്ന് എഴുതാം. Another one. In the network shown, find the current in the battery and charge on each capacitor shown. ഇതാണ് സർക്യൂട്ട്. ഈ സർക്യൂട്ട് കണ്ട് ഞെട്ടുകയും ഭയക്കുകയും ഒന്നും വേണ്ട. ഇത് കാൽക്കുലേഷൻ എങ്ങനെയാണ് തിയറി അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും എക്സാമിനേഷന് എൻട്രൻസിനൊക്കെ ഈ ടൈപ്പ് ചോദിക്കാം. ബോർഡ് എക്സാമിനേഷൻ ഇത്രയും സ്റ്റേജ് ചോദിക്കണമെന്നില്ല, ഇത്രയും പാർട്ട് വരണമെന്നില്ല. ഇതിനകത്ത് 1-2 പാർട്ടേ വരുള്ളൂ. ഇപ്പോൾ ഞാനിത് ഒന്ന് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇത്ര എടുക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം 10 ഓം. ഈ ബാറ്ററിയുടെ 100 വോൾട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 10 ഓം. ഇതെല്ലാം 10 ഓം. കപ്പാസിറ്റേഴ്സ് 3 ഇങ്ങനെ ഷണ്ട് ചെയ്തിട്ടുണ്ടല്ല, പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്. C1 7 മൈക്രോ ഫാരഡ്, C2 5 മൈക്രോ ഫാരഡ്, C3 3 മൈക്രോ ഫാരഡ്. ഈ കപ്പാസിറ്റർ ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്താൽ ഉടൻ തന്നെ ഇത് കറണ്ടും ഒക്കെ ഒഴുകി ഇത് ചാർജൊക്കെ കയറും. ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യില്ലല്ലോ, കറണ്ട് ഇങ്ങനെ റെസിസ്റ്റൻസിൽ കൂടെ ഒഴുകുകയുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളി ചാർജ്ഡ്, 3 കപ്പാസിറ്ററും ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട്, ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ഈ റെസിസ്റ്റൻസിൽ കൂടെ ഒഴുകൂ. അപ്പോൾ കറണ്ട് കാണാൻ EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ഓംസ് ലോ ഫോർ ദി സർക്യൂട്ട് അങ്ങ് എടുത്താൽ മതി. EMF എന്ന് പറഞ്ഞാൽ 100 വോൾട്ട്, മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ 10 ഓമിൻ്റെ 1 2 3 4 5 6 7 8 9 10 10 ഓമിൻ്റെ 10 എണ്ണം ഇങ്ങനെ സീരീസിലാണ്. അപ്പോൾ 10 എഫക്റ്റീവ് റെസിസ്റ്റൻസ് 10 + 10 + 10 എണ്ണം.
എന്ന് പറഞ്ഞാൽ 10 × 10. സീരീസിലാവുമ്പോൾ n ഈക്വൽ റെസിസ്റ്റൻസ് സീരീസിൽ കൊടുത്താൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് n × r നമ്പർ കൊണ്ട് ഒരു റെസിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പോൾ I = 100/10 × 10 ദാറ്റ് ഈസ് 1 ആംപിയർ. ഇനി നമുക്ക് ഈ ഓരോന്നിലെയും ചാർജ് കാണണം. ഇതിലെ കപ്പാസിറ്റൻസ് അറിയാം എങ്കിൽ ഇതിലെ ചാർജ് കാണണം, ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ ചാർജ് Q = CV. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണത്തിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് ഇതിന് വരുന്നത്. ഇവിടുന്ന് എടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ ഈ 10 ഓം റെസിസ്റ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അതാണ് ഈ പ്ലേറ്റിന്. കാരണം ഇതും ഈ മൂന്നെണ്ണവും കൂടെ ചേർന്നിട്ട് പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈ മൂന്നെണ്ണത്തിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വലാണ്. അപ്പോൾ ഇതിൻ്റെ C3 ഇത് C3 ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3 എന്നിരിക്കട്ടെ. V3 = ഈ മൂന്നെണ്ണത്തിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I × R. I × 10 + 10 + 10. I എന്ന് പറഞ്ഞാൽ 1 ആംപിയർ ആണെന്ന് കിട്ടി. 1 × ഈ 10 + 10 + 10 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ 30 വോൾട്ടാണ് ഈ മൂന്നെണ്ണത്തിൻ്റെ ഈ രണ്ട് എൻഡ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് തന്നെയാണ് V3 ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ V3 = 30 വോൾട്ട്. എങ്കിൽ Q3 ഇതിലെ ചാർജ് Q3 = C3V3. C3 എന്ന് പറഞ്ഞാൽ 3 മൈക്രോഫാരഡാണ്. അത് മൈക്രോഫാരഡിൽ തന്നെ ഇട്ടാൽ മതി. 3 × 30 വോൾട്ട്. ഇപ്പം 90 ഈ മൈക്രോ നമ്മൾ മാറ്റിയില്ലല്ലോ. അപ്പം മൈക്രോ കുളമ്പ് എന്ന ആൻസർ എഴുതിയാൽ മതി. ചാർജ് Q3 = 90 മൈക്രോ കുളമ്പ്. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് ഇത്രയും 10 10 10 10 10 1 2 3 4 5. ഈ 10 ഓമിൻ്റെ 5 എണ്ണം സീരീസ് വന്നിരിക്കുക. ഈ 5 എണ്ണത്തിൻ്റെ കൂടെ മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് C3യുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3. അപ്പോൾ V3 V3 ഇതായിരുന്നല്ലോ. V2 = I × 5 × 10. 10 ഓമിൻ്റെ 5 എണ്ണം 1 2 3 1 2 3 4 5. അപ്പോൾ ടോട്ടൽ V2 I × റെസിസ്റ്റൻസ് 5 × 10. I എന്നാൽ 1 ആംപിയറാണ്. 1 ആംപിയർ. അപ്പോൾ 1 × 5 × 10 ദാറ്റ് ഈസ് 50 വോൾട്ട്. എങ്കിൽ Q2 = C2V2. C2 എന്ന് പറഞ്ഞാൽ 5 മൈക്രോഫാരഡാണ്. 5 × 50 250 മൈക്രോ കുളമ്പ്. അതാണ് ഇതിലെ ചാർജ്. ഇനി ഇതിലെ ചാർജ് കാണാൻ ഇതിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുത്താൽ മതി. ഇങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് എളുപ്പം വേണ്ടി അല്ലാതെ എടുക്കാം. നിങ്ങളത് തെറ്റിക്കും. ഇത് സിമ്പിൾ പ്രിൻസിപ്പിളാണ്. അപ്പോൾ 10 10 10 1 1 2 3 4 5 6 7 റെസിസ്റ്റൻസ് 10ൻ്റെ സീരീസ് വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ മൊത്തം റെസിസ്റ്റൻസ് 7 × 10 ദാറ്റ് × I × R. അതായത് ഇതിൻ്റെ വോൾട്ടേജ്. അപ്പോൾ V1 = I × 7 × 10 = 70 വോൾട്ട്. Therefore Q1 = C1V1 = 7 × 70 490 മൈക്രോ കുളമ്പ്. അപ്പോൾ 3 ചാർജായി. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് വേണം. ഇതിനിടയ്ക്കുള്ള വോൾട്ടേജ് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇതിനിടയ്ക്കും 10 10 10 3 10 ഉണ്ട്. അപ്പോൾ 30 × 1 ആംപിയർ I × R. അപ്പോൾ 30 വോൾട്ട്. അത് 100ൽ നിന്ന് കുറയ്ക്കണം.
അത്രയും പുറത്തോട്ട് കിട്ടുന്നത് ടോട്ടൽ ഇ എം എഫ് മൈനസ് ഇവിടെ വരുന്ന വോൾട്ടേജ്. അപ്പോൾ 100 മൈനസ് 30 70 ഇൻറ്റു 7 490 അങ്ങനെ ചെയ്യാം. അത് അത്രേ ഉള്ളൂ. അത് മൂന്നും കിട്ടിയല്ലോ. ഇതൊക്കെ നല്ല പ്രോബ്ലംസാണ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കാൽക്കുലേഷൻസ് എളുപ്പം ചെയ്യാനും എൻട്രൻസിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അനദർ വൺ, ഫൈൻഡ് ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് എ ആൻഡ് ബി ഓഫ് ദി നെറ്റ്വർക്ക് ഷോൺ ഇൻ ദി ഫിഗർ. ഇതാണ് സംഭവം. എ ബി ഇവിടെ 2 ലെയറുണ്ട്, റെസിസ്റ്റൻസാണ്. ഇതിപ്പോൾ ചാർജിങ് ബാറ്ററി എക്കും ബിക്കും ഇടയ്ക്ക് ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പാസിറ്റർ എല്ലാം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റൻസിന് റോളൊന്നുമില്ല, പിന്നെ കറണ്ടൊന്നുമില്ല സർക്യൂട്ടിൽ. കാരണം ഇത് ബാഡ് കണ്ടക്ടർ അല്ലേ, ഇൻസുലേറ്റർ അല്ലേ ഇതിനിടയ്ക്കിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ അവോയ്ഡ് ചെയ്ത് വെക്കുക ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണാൻ. ഇവിടെ ഇപ്പം 4 ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ഉള്ള 4 സീരീസ് വന്നിരിക്കുക. അപ്പോൾ എഫക്റ്റീവ് ഓഫ് ദി അപ്പർ ലെയർ എന്ന് പറയുന്നത് സീരീസിലായതുകൊണ്ട് ഒരെണ്ണത്തിൻ്റെ കപ്പാസിറ്റൻസിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ C/1 2 3 4 C/4 ഇതാണ് ഇതിൻ്റെ ഈ ലെയറിൻ്റെ ഇക്വലൻ്റ്. അതുപോലെ ഈ ലെയറിൻ്റെ ഇക്വലൻ്റ് C/4 ലോവർ ലെയറിൻ്റെ. എങ്കിൽ ഈ 2 ലെയറും കൂടെ പാരലാകുമ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് ആഡ് ചെയ്യുക എന്നല്ല വേണ്ട. C/4 പ്ലസ് C/4 ദറ്റ് ഈസ് C/2. Thank you.